എല്ലാവർക്കും ഒരേ കൂടി ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് കേരള പി എസ് സി പരീക്ഷയിലെ LGS ലെവൽ പരീക്ഷയിൽ അതോടൊപ്പം തന്നെ ഡിഗ്രി ലെവൽ പരീക്ഷകളൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കേരളത്തിലെ താപനിലയം എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അതിൽ തന്നെ ആദ്യമായി നമ്മൾ പരിചയപ്പെടുന്നു ആലപ്പുഴ ജില്ലയിലെ ചൂലത്തെരുവ് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കായംകുളം താപനിലയം. കായംകുളം താപനിലയവുമായി ബന്ധപ്പെട്ട് പി എസ് സി പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ താപനിലയം ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരുന്നത് കായംകുളം താപനിലയമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ താപനിലയം ഏതാണെന്ന് ചോദിച്ചാലും അവിടെയും ഉത്തരമായിട്ട് വരേണ്ടത് കായംകുളം താപനിലയാണ്. അപ്പൊ ആലപ്പുഴ ജില്ലയിലെ ചൂലത്തെരുവ് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കായംകുളം താപനിലയവുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ പരിചയപ്പെട്ടു. ഒന്ന് കേരളത്തിലെ ആദ്യത്തെ താപനിലയം, രണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ താപനിലയം. 1999 വർഷത്തിലാണ് ഇത് കമ്മീഷൻ ചെയ്യുന്നത്. നാഫ്തയാണ് ഇവിടുത്തെ ഇന്ധനം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇതിനെ തന്നെയാണ് രാജീവ് ഗാന്ധിയുടെ പേരിലും അറിയപ്പെടുന്നത്. രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രോജക്റ്റ് എന്ന് അറിയപ്പെടുന്നതും ഈ പറയുന്ന കായംകുളം താപനിലയത്തെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് കായംകുളം താപനിലയം. കായംകുളം താപനിലയം സ്ഥിതി ചെയ്യുന്ന ആലപ്പുഴ ജില്ലയിലെ ചൂലത്തെരുവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ താപനിലയം, കേരളത്തിലെ ഏറ്റവും വലിയ താപനിലയം ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് ഒരു കായംകുളം താപനിലയമാണ്. 1999 കമ്മീഷൻ ചെയ്തു. നാഫ്തയാണ് ഇവിടെ ഉപയോഗിക്കുന്ന ഇന്ധനം എന്ന കാര്യം ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ രാജീവ് ഗാന്ധിയുടെ പേരിൽ അറിയപ്പെടുന്ന താപനിലയം ഏതാണ് കേരളത്തിൽ എന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കായംകുളം താപനിലയമാണ്. രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രൊജക്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ഒരു താപനിലയത്തിന്റെ കൂളിംഗ് ആയിട്ട് ഉപയോഗിക്കുന്ന വാട്ടർ, ജലം ഏത് നദിയിൽ നിന്നാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് അച്ചൻകോവിലാർ നദിയിൽ നിന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക. അച്ചൻകോവിലാർ നദിയിലെ ജലമാണ് എന്താണ് കൂളിംഗ് വാട്ടർ ആയിട്ട് ഈ പറയുന്ന കായംകുളം താപനിലയത്തിൽ ഉപയോഗിക്കുന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. രണ്ടാമതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ബ്രഹ്മപുരം താപനിലയമാണ്. ബ്രഹ്മപുരം ഡീസൽ പവർ പ്ലാന്റുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക. എറണാകുളം ജില്ലയിലെ ഇൻഫോ പാർക്ക് കാക്കനാട് ആ ഒരു ഭാഗത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ എറണാകുളം ജില്ലയിലെ കാക്കനാടിലെ ഇൻഫോ പാർക്ക് ഭാഗത്തായിട്ടാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്, ഈ പറയുന്ന ബ്രഹ്മപുരം ഡീസൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം PSC റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ഡീസൽ പവർ പ്ലാന്റ് കേരളത്തിൽ ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ബ്രഹ്മപുരം ഡീസൽ പവർ പ്ലാന്റ് ആണ്. ഇവിടെ ഇന്ധനം എന്ത് തന്നെയാണ്, പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഡീസൽ ആണ് ഇവിടുത്തെ ഇന്ധനം. 1999 തന്നെയാണ് ഈ പറയുന്ന ബ്രഹ്മപുരം ഡീസൽ പവർ പ്ലാന്റും കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. 106.6 ആണ് ഇതിന്റെ മെഗാവാട്ട് എന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടത് ബ്രഹ്മപുരം ഡീസൽ പവർ പ്ലാന്റ് അവിടെ സ്ഥിതി ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിലെ കാക്കനാട് ഇൻഫോ പാർക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഫസ്റ്റ് ഡീസൽ പവർ പ്ലാന്റ് കേരളത്തിൽ ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരിക ബ്രഹ്മപുരം ഡീസൽ പവർ പ്ലാന്റ് ആണ്. ഇതിന്റെ ഇന്ധനം എന്ന് പറയുന്നത് ഡീസലാണ്. 1999 ഇതും കമ്മീഷൻ ചെയ്യുന്നത്. 106.6 ആണ് ഇതിന്റെ മെഗാവാട്ടാണ് ഇതിന്റെ സ്ഥാപക ശേഷി എന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന നല്ലളം ഡീസൽ പവർ പ്ലാന്റ് ആണ്. ഏത് സ്ഥലമാണെന്ന് PSC റിപ്പീറ്റ് ചെയ്യുന്നതാണ്, കോഴിക്കോടാണ്. എന്താണ് ഇതിന്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ടാമത്തെ ഡീസൽ പവർ പ്ലാന്റ് കേരളത്തിൽ ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നല്ലളം ഡീസൽ പവർ പ്ലാന്റ് ആണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ പരിചയപ്പെട്ടു ഒന്നാമത്തെ താപനിലയം ചോദിക്കുകയാണെങ്കിൽ അത് കായംകുളം താപനിലയമാണ്. ഏറ്റവും വലിയ താപനിലയം ചോദിക്കുകയാണെങ്കിൽ അത് കായംകുളം താപനിലയമാണ്. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഡീസൽ പവർ പ്ലാന്റ് ഏതാണെന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരിക ബ്രഹ്മപുരം ഡീസൽ പവർ പ്ലാന്റ് ആണ്. രണ്ടാമത് ചോദിക്കുകയാണെങ്കിൽ അവിടെ ഏതാണ് ഉത്തരമായിട്ട് വരേണ്ടത്, രണ്ടാമത്തെ ഡീസൽ പവർ പ്ലാന്റ് കേരളത്തിൽ ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരിക നല്ലളം ഡീസൽ പവർ പ്ലാന്റ് ആണ്. അത് കോഴിക്കോടാണ്. ഇനി KSEBിയുടെ കീഴിലാണ് നമ്മളിപ്പോൾ ഇവിടെ പരിചയപ്പെട്ടിരിക്കുന്ന ബ്രഹ്മപുരവും അതുപോലെ തന്നെ നല്ലളവും സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മപുരം ഡീസൽ പവർ പ്ലാന്റ് ആണെങ്കിലും നല്ലളം ഡീസൽ പവർ പ്ലാന്റ് ആണെങ്കിലും സ്ഥിതി ചെയ്യുന്ന ആരുടെ കീഴിലാണ്, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കീഴിലാണ്. 1957 മാർച്ച് 31 നിലവിൽ വന്ന കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ് ഒരുമ എന്ന കാര്യം ഓർക്കുക. 2006 മുതലാണ് ഇത് നിലവിൽ വരുന്നത്. ഒരുമ എന്ന് പറയുന്നത് എന്താണ്, ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ് KSEBിയുടെ. 1957 മാർച്ച് 31 KSEB നിലവിൽ വന്നത്. KSEBിയുടെ കീഴിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് ഡീസൽ പവർ പ്ലാന്റ് നമ്മൾ പരിചയപ്പെട്ടു, ബ്രഹ്മപുരവും അതുപോലെ തന്നെ നല്ലളവും. ഇനി അറിഞ്ഞിരിക്കുന്ന മറ്റൊന്നാണ് ചീമേനി താപനിലയം. ചീമേനി താപനിലയം സ്ഥിതി ചെയ്യുന്ന കാസർഗോഡ് ജില്ലയിലാണ്. ഇവിടുത്തെ ഇന്ധനം എന്ന് പറയുന്നത് പ്രകൃതിവാതകമാണ്. ഇത്തരത്തിൽ പ്രകൃതിവാതകം ഇന്ധനമായി പ്രവർത്തിക്കുന്ന മറ്റൊരു താപനിലയമാണ് വൈപ്പിൻ താപനിലയം. വൈപ്പിൻ താപനിലയം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വൈപ്പിൻ താപനിലയം പ്രകൃതിവാതകം ഇന്ധനമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചീമേനി താപനിലയം അവിടുത്തെ ഇന്ധനവും എന്ത് തന്നെയാണ്, ഈ പറയുന്ന പ്രകൃതിവാതകമാണെന്ന കാര്യം ഓർക്കുക. കേരളത്തിലെ താപനിലയം എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട പോയിന്റുകളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. കേരള PSC പരീക്ഷയിൽ LGS ലെവൽ പരീക്ഷയാണെങ്കിൽ അതോടൊപ്പം തന്നെ ഡിഗ്രി ലെവൽ പരീക്ഷയാണെങ്കിലും ഇതിൽ നിന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്, ജോഗ്രഫി എന്ന് പറയുന്ന ഭാഗത്ത്. ഇപ്പോൾ ഈ ഒരു ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.